രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോഴേ ഇഡലി മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ എണീറ്റ് വന്നത് കേട്ടോ. ഭാഗ്യത്തിന് അത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പൊങ്ങിപ്പോയാലും അതൊരു പണിയാണല്ലോ, അതുകൊണ്ട് പൊങ്ങിപ്പോയുമില്ല. പാത്രത്തിൻ്റെ ഒപ്പം നല്ലോണം പൊങ്ങിക്കിട്ടി കേട്ടോ. നമുക്ക് സമാധാനമായി ഇനി നല്ല ഇഡലി കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇഡലി മാവ് ഉണ്ടാക്കണതിന് മുന്നേ കുറച്ച് പണിയൊക്കെ ഉണ്ട്. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അതിൻ്റെ ആ തിക്കായിട്ടുള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ തിക്കിൽ നമ്മൾ ഇഡലി ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെ തിക്കായിട്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് കട്ടിയുള്ളതെന്ന് തോന്നാറുണ്ട്. സോഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടാത്തോണം എനിക്ക് തോന്നാറുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും എന്നാൽ നമുക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിയോണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആ തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിറച്ചൊഴിച്ചു കൊടുക്കരുത് കേട്ടോ. അത് നിറച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ നമ്മളത് ഇത് എടുത്ത് കഴിയുമ്പോണ്ടില്ല ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പിച്ചി പറിച്ചോണ്ടിരിക്കും. അപ്പോൾ അത് നിറച്ചൊഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കുറച്ചൊരു ഇതിൽ ഗ്യാപ്പിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇത് എടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളത് ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മാത്രം ഇത് എടുത്താൽ മതി കേട്ടോ. ചൂടാറുന്നതിന് മുന്നേ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞോണം അത് നല്ല ഭംഗിയിൽ കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് അത് ചൂടാറാൻ വേണ്ടി ഒന്ന് വച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടാറലൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു സ്പൂൺ കൊണ്ട് എടുക്കാണ്ട നന്നായിട്ട് നല്ലോണം പൊങ്ങിയിട്ടുമുണ്ട്. നല്ല സൈഡൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടിയില്ലെങ്കിൽ അവരത് തിന്നൂല, അതവിടെ മാറ്റി വെച്ചേക്കും. അപ്പോൾ അതെ ഇന്ന് എന്തായാലും നല്ല ഭംഗിയിൽ എല്ലാ ഇഡലിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വയറ് നിറച്ച് കഴിച്ചോളും എല്ലാവരും. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്, തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇഡലി സൂപ്പറായിട്ട് കഴിക്കാമല്ലോ. എന്തായാലും എനിക്കിത് കണ്ടിട്ട് നന്നായിട്ട് കൊതി വരണുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റൂല. എല്ലാവരും തിന്നു കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തർ ഇപ്പം തന്നെ തിരക്ക് പിടിച്ചു തുടങ്ങി. കൊടുക്കാൻ പറഞ്ഞു അവൻ കൊടുക്കട്ടെ.